ആദം നബി അലൈഹിസ്സലാമക്ക് വേണ്ടി ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. വിവാഹ ജീവിതത്തിൽ ഒരു പുരുഷൻ രണ്ടാമതായി ഒരു പെണ്ണിനെ കെട്ടാൻ ആദ്യ ഭാര്യയുടെ സമ്മതം വേണ്ടല്ലോ. എന്നാൽ മറിച്ചാണെങ്കിൽ ഒരു സ്ത്രീക്ക് അത് പറ്റില്ല. ഇസ്ലാമിൽ പെണ്ണിനെ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ടാണല്ലോ കാണുന്നത്. ഇങ്ങനെ പറയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകാനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉത്തരം കേൾക്കാൻ നിങ്ങളൊക്കെ എത്രമാത്രം ഒരുങ്ങിയിരിക്കണമെന്നാണ് ഞാൻ സദസ്സൊക്കെ ഒന്ന് നോക്കിയത്. അപ്പോൾ എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സാധാരണ ഈ സ്കൂളിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കോളേജിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അധ്യാപകൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അത്ര ശ്രദ്ധയിലാണ് കുട്ടികൾ ഇരിക്കുക. അത് കണ്ടാണ് നമുക്ക് ശീലം. സ്കൂളിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിന്ന് അങ്ങനത്തെ ഒരു ശ്രദ്ധ പ്രതീക്ഷിച്ചുകൊണ്ട് പറയട്ടെ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഇനിയിപ്പോൾ കുറേ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അത് ചോദിക്കാനിരിക്കുന്നു. അപ്പോൾ അതിന് അഷ്റഫ് സാഹിബ് ഞാനും മറുപടി പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ എന്തായാലും ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങളെ മനസ്സിലുള്ള മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ മറുപടി പറഞ്ഞാൽ തീരൂലെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, എന്ത് ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നാലും ശരിയും തെറ്റും എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ശരി ഏത് തെറ്റേതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു ബേസ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞു തന്നാലോ എന്ന് എനിക്ക് തോന്നുക. എന്നാൽ പിന്നെ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം മനസ്സിൽ വരും. സ്കൂൾക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് പെൺകുട്ടികൾ എന്ത് ചോദിച്ചാൽ, യൂണിഫോമൊക്കെ ഇട്ട് രണ്ട് പെൺകുട്ടികൾ, നിങ്ങളുടെ പ്രായത്തിലുള്ള രണ്ട് പെൺകുട്ടികൾ എന്ത് ചെയ്തു വെച്ചാൽ അവർ പോന്നു. പക്ഷെ അവർ സ്കൂൾക്ക് പോയിട്ടില്ല. അവർ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവരിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അന്ന് സ്കൂൾ ലീവായ ഒരു മാഷ് എന്ത് ചെയ്തു വെച്ചാൽ ഈ രണ്ട് പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. അപ്പോൾ അവർ സ്കൂളിൻ്റെ യൂണിഫോമാണ്. അപ്പോൾ എന്താ ഈ കുട്ടികൾ ഇവിടെ എന്നുള്ള നിലക്ക് അയാൾ പോയിട്ട് ഈ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ സ്കൂളിലേക്കാന്ന് പറഞ്ഞിട്ട് വേറെ എങ്ങോട്ടോ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ എന്ത് ചോദിച്ചാൽ ഈ അധ്യാപകൻ ഈ രണ്ട് കുട്ടികളെയും കൊണ്ടുവന്നിട്ട് അയാൾക്ക് എങ്ങോട്ടോ അർജൻറ്റായിട്ട് പോകാണ്ട് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എന്ത് ചോദിച്ചാൽ ഈ രണ്ട് കുട്ടികളെ ആ ഓട്ടോറിക്ഷ കയറ്റി ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു, ആ ടൗണിൽ തന്നെയാണ് അവരുടെ സ്കൂള്, നിങ്ങൾ ഈ രണ്ട് കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കണമെന്ന്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ അവിടെ ചെന്ന് ഈ ഓട്ടോറിക്ഷ നിർത്തിയ ഉടനെ ഇവർ രണ്ടുപേരും അതിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചോദിച്ചാൽ വേഗം വേറൊരു ബസ്സിന് ഓടിക്കയറി. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ എന്ത് ചോദിച്ചാൽ നേരെ സ്കൂളിൽ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ രണ്ട് കുട്ടികളൊരു മാഷ് ഇതിൽ കയറ്റി തന്നിരുന്നു, ഞാനിവിടെ കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഓടി ബസ് കയറി. ഈ ബസ് ഏതാണെന്ന് ഈ ഓട്ടോറിക്ഷക്കാരൻ നോട്ട് ചെയ്തിരുന്നു, ഈ ബസ് ഏതാണെന്ന് നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ ബസ് ഇന്ന സ്ഥലത്തേക്ക് പോണ ബസ്സാണ്, ഇന്നതാണ് എൻ്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ സ്കൂളിലെ മാഷന്മാരെന്ത് ചെയ്തു വെച്ചാൽ അവർ പെട്ടെന്നൊരു വാഹനം എടുത്തിട്ട് കാർ എടുത്തിട്ട് ഈ ബസ്സിനെ പിന്തുടർന്ന് അവസാനം ഈ ബസ് ആ കുട്ടികളെ പിടിച്ച് ഇറക്കി. അങ്ങനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവരെ ചോദ്യം ചെയ്തു എന്താണ്. അപ്പോൾ സംഭവം എന്താണെന്ന് അറിയാം, നിങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ ബാഗിൽ കുറേ സ്വർണ്ണാഭരണങ്ങളുണ്ട്, ഒരു കുട്ടീൻ്റെ ബാഗിൽ 25,000 രൂപ ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചപ്പോൾ ഒരു കൊറിയയിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വേണ്ടിയിട്ട് അവർ ട്രെയിൻ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഏജൻസിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താ നിങ്ങൾ ഇതിങ്ങനെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാമിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം, കൊറിയൻ മ്യൂസിക്കുകൾ, കൊറിയൻ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഈ ഹരം കയറി കൊറിയയിൽ പോകുക എന്നുള്ളത് ഒരു സ്വപ്നമായി നടക്കുന്ന പെൺകുട്ടികളെ എന്ത് ചെയ്യുക അറിയോ, നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവരെ തിരുവനന്തപുരത്ത് എത്തിക്കാം. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക, സെക്സ് റാക്കറ്റുകൾക്ക് കൈമാറുക. ആ കുട്ടികളെ പിന്നെ മിസ്സാവണം, പിന്നെ അവർ ആർക്കും കിട്ടൂല, ആ കുട്ടികളെ പിന്നെ ആർക്കും കിട്ടൂല. അങ്ങനത്തെ ഒരു റാക്കറ്റിലേക്ക് ഈ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് അവരുടെ അധ്യാപകന്മാർ കണ്ടുപിടിച്ചത് കൊണ്ട് ആ രണ്ട് പെൺകുട്ടികൾ ഇന്നും അവിടെ വീട്ടിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാനിത് എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇവരെ ഈ റാക്കറ്റ് പിടിച്ചു കൊണ്ടുപോയി ഒന്നിനും കഴിയാത്ത രൂപത്തിൽ വേണ്ടാവൃത്തിക്കും ഒക്കെ ഉപയോഗിച്ച്
പുറം കാണാത്ത രൂപത്തിൽ അവരെ എന്ത് ചെയ്യാണ്, പ്രതിസന്ധിയിലും പ്രയാസത്തിലും അകപ്പെടുമ്പോൾ അവർ ചിന്തിക്കും, ഉമ്മാനോട് പറയാതെ നുണ പറഞ്ഞിട്ടല്ലേ സ്കൂൾക്ക് പോകുന്നത്, അവിടുന്ന് മോഷ്ടിച്ചിട്ടല്ലേ ഈ പൈസ എടുത്തത് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് ചെയ്തതിൽ ഭയങ്കര ദുഃഖവും ഭയങ്കര ഖേദമുണ്ടാവും. അപ്പം അത് തെറ്റാണ് അല്ലേ, ആ പോയത് തെറ്റല്ലേ. അപ്പം ഇങ്ങനെ തെറ്റ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഇനി ആ ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. ഒന്ന്, ഇങ്ങനെ ഒരു പോക്ക് നമ്മൾ അംഗീകരിക്കുന്ന ശരിയും തെറ്റിനും നമ്മൾ മാനദണ്ഡമായി സ്വീകരിക്കുന്ന ഖുർആനും നബിൻ്റെ വചനങ്ങൾ ഹദീസ് പ്രകാരവും ഈ രണ്ട് പെൺകുട്ടികളും ഇങ്ങനെ ഒറ്റയ്ക്ക് പോവാൻ പാടുണ്ടോ? എന്താ ഇസ്ലാമിൻ്റെ നിയമം? ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? എല്ലാവരും കേൾക്കണ്ട, ആരെങ്കിലും അങ്ങോട്ടും തിരിഞ്ഞ എൻ്റെ പ്രസംഗം തടസ്സപ്പെടും. പിന്നെ നിങ്ങളൊക്കെ വലിയ കുട്ടികളാന്ന് പറഞ്ഞങ്ങാട്ടാണ് ഞങ്ങളെ ക്ലാസ്സിന് വിളിച്ചിട്ടുള്ളത്. ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊന്നും ഇവിടെ ഒക്കെ +2കാരാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഇവിടെ മോൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധ മാറിപ്പോകും. ആരിവിടെ ശ്രദ്ധ മാറിയാലും നമ്മൾ ശ്രദ്ധ മാറും. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, ഈ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ അവരെ എന്താണ് വെറുതെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു ചരക്കായിട്ട് കാണുന്നുള്ളൂ. ഓർക്കൊരു വിലയില്ല. കാരണം പുരുഷന് കല്യാണം കഴിക്കണമെങ്കിൽ പെണ്ണിനോട് ചോദിക്കണ്ട, പെണ്ണിന് കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അനുവാദം വേണം. അപ്പോൾ എന്തോ പെണ്ണുങ്ങൾക്കൊരു അവഗണന, എന്തൊക്കെ പ്രശ്നമുണ്ട് എന്ന നിലക്കാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ചോദ്യം വന്നത്. എങ്ങനെ ഈ ഫസ്റ്റ് ചോദ്യം വന്നു എനിക്കറിയില്ല, ഏതായാലും ഒന്നാമത്തെ ചോദ്യം അതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം വെച്ചാൽ, അതേ ഒരു ചോദ്യം ഇതിനും ചോദിക്കാം. ഒരു പെൺകുട്ടിക്ക് പോകണമെങ്കിൽ ഒരു മഹറമായ പുരുഷൻ വേണം, ആങ്ങള വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം, വാപ്പ വേണം. അതല്ലാതെ അവൾക്ക് പെട്ടെന്നൊരു ടിക്കറ്റ് എടുത്തുകാണ്ട് ട്രെയിനിലാണ് കയറിയാണ്ട് ഒരു 4 ദിവസത്തേക്കോ 5 ദിവസത്തേക്കൊക്കെ എങ്ങോട്ടും പോകാൻ പറ്റുമോ? ഇസ്ലാമിൽ പറ്റുമോ? പറ്റൂല. അപ്പോൾ പെണ്ണിന് എന്തായാലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ആണാണെങ്കിൽ പോകാം, ആൺകുട്ടികൾക്കാണെങ്കിൽ പോകാം. എന്താണിത്? പെണ്ണിനൊരു അവഗണനയല്ലേ? പെണ്ണിന് ആണിൻ്റെ പോലെ സ്ഥാനമല്ലല്ലോ, ബഹുമാനമല്ലല്ലോ, സ്വാതന്ത്ര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, കൂടെ ഒരാൾ വേണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഒരു സ്ത്രീ ഏത് സമയത്തും അപകടത്തിൽപ്പെടാം. ഇപ്പം ഈ മാഷ് കണ്ടില്ലെങ്കിൽ ഈ കുട്ടികളെ അപകടത്തിൽ പെടൂലേ? അവരൊരു കാലത്തും തിരിച്ചു വരൂല. നേരെ മറിച്ച് അവൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ പോകുന്ന കാര്യം ന്യായമാണെങ്കിൽ അവളെ വാപ്പയോട്, അവളെ ഗാർഡിയനായത് ആരുമാകാം, അത് ഭർത്താവാകാം, ജ്യേഷ്ഠനാകാം, വാപ്പയാകാം, അങ്ങനത്തെ ഒരു ഗാർഡിയൻ്റെ അനുവാദം വാങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്ത്, ഈ പോക്ക് എൻ്റെ കുട്ടിക്ക് അപകടമായിരിക്കുന്നു മനസ്സിലാവും. അതുകൊണ്ട് കൂടെ ഒരാൾ വേണം ഒരു യാത്രക്ക്. എല്ലാ സ്ഥലത്തും ഇസ്ലാം നിയമം വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, നമുക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അപകടം വരാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സുരക്ഷാ നിയമങ്ങളെ പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യമില്ലായ്മയായിട്ടാണ് വെക്കുക. ഇപ്പം തട്ടിടുക സ്വാതന്ത്ര്യമില്ലായ്മയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഒരു പെണ്ണിന് പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കുക, സ്വാതന്ത്ര്യമില്ലായ്മ. ഒരു പുരുഷനെ പ്രേമിക്കാൻ അധികാരമില്ലാതിരിക്കുക, അത് സ്വാതന്ത്ര്യമില്ലായ്മ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു നാഷണൽ ഹൈവേയിലെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ഓടുന്ന ഒരു റോഡിൻ്റെ വക്കത്താണ് നിങ്ങളെ വീട്. ഗേറ്റ് തുറന്നാൽ നേരെ ഇറങ്ങുക നാഷണൽ ഹൈവേക്കാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ 4 വയസ്സായ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, വാശി പിടിക്കുകയാണ്. എന്ത്, ഗേറ്റൊക്കെ പിടിച്ച് വലിച്ച് ഗേറ്റുമ്മ ചവിട്ടി ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവന് സ്വാതന്ത്ര്യം വേണം, അവൻ്റെ ഇഷ്ടം അതാണ്. അപ്പോൾ ഗേറ്റ് തുറന്നു കൊടുത്താൽ എന്ത് ചെയ്യും, നേരെ റോട്ടുമകൻ ഇറങ്ങും, ഇറങ്ങണത് ഓർമ്മ ഉണ്ടാവും, പിന്നെ ആളെ കാണൂല. അപ്പോൾ സ്വാതന്ത്ര്യമാണോ സുരക്ഷയാണോ വലുത്? സ്വാതന്ത്ര്യമാണോ സുരക്ഷയാണോ വലുത്? സുരക്ഷിതത്വമാണോ വലുത്? സ്വാതന്ത്ര്യം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ, അപ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഒന്നാമത് തെറ്റും ശരിയും തീരുമാനിക്കുന്നത് നമുക്ക് ഗുണം വരുമോ ദോഷം വരുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു എല്ലാ നിയമവും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവും റസൂലും പറഞ്ഞ നിയമത്തിനെതിരെ പ്രവർത്തിച്ചാൽ നമ്മൾ അപകടത്തിൽ പെടുമെന്ന് 100% ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് പോരുമ്പോൾ ഒരു ബസ്സിൽ, ഒരു KSRTC ബസ്സിലാണ് വന്നത്. അപ്പോൾ ഞാൻ ബസ് കയറി സീറ്റുകൾ ഇങ്ങനെ തിരയുമ്പോൾ ഒരു പെൺകുട്ടി, ഒരു 7ാം ക്ലാസ്സിലോ ഒരു 8ാം ക്ലാസ്സിലോ അത്രേ ഉണ്ടാവുള്ളൂ, അവൾ ഒരു മുസ്ലിം പെൺകുട്ടി, തട്ടിട്ടിട്ടുണ്ട്, അവളൊരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടൊരു പെൺകുട്ടി. അപ്പോൾ അവളെക്കാളും ഒരു 10 വയസ്സൊക്കെ പ്രായം തോന്നിക്കാവുന്ന ഒരു പയ്യനാണ് അവളുടെ അടുത്ത് സീറ്റിലിരിക്കുന്നത്. സ്വാഭാവികമായി ഞാൻ വിചാരിക്കുന്നത് അവളുടെ ബ്രദർ ആവാം, ഭർത്താവാൻ കാരണമില്ല, കാരണം അത്രയൊന്നും ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയൊന്നുമല്ല, ഒരു ബ്രദർ ആവാമെന്ന് വിചാരിച്ച്.
പക്ഷെ പിന്നെ ഞാൻ കുറേ സമയം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, വെറുതെ അശ്രദ്ധമായി അങ്ങോട്ടൊന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പെൺകുട്ടി സൈഡ് സീറ്റിലാണ്. ഇവൻ ഈ പെൺകുട്ടിയെ എല്ലാ നിലക്കും മിസ്യൂസ് ചെയ്യാണ്. ഏറ്റവും ബാഡ് ടച്ച് മാത്രമേ അവളെ ടച്ച് ചെയ്യണുള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ അവളെന്താ വെച്ചാൽ സൈഡ് സീറ്റിലാവുന്നതുകൊണ്ട് അവൾക്ക് ഒരിക്കലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. ഇനി എവിടെയാണോ അവൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് അവിടെ അവൾ കൂടെ സമ്മതത്തോടെ കയറിയതാണ്. പക്ഷെ കയറുമ്പോൾ അവരതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവൾക്ക് അവിടുന്ന് ഇറങ്ങണം എന്നുണ്ട്. പക്ഷെ ഇറങ്ങാൻ പറ്റിയ ഒരു അവസ്ഥയല്ല ഉള്ളത്. ഞങ്ങൾ പറയണത് എങ്ങനെ ഇനി അപകടങ്ങൾ പറ്റുമോ? ഒരു അന്യൊരു ആൺകുട്ടിൻ്റെ കൂടെ അങ്ങനെ വണ്ടി കയറാൻ പറ്റുമോ? ഇസ്ലാമിൽ തെറ്റാണ്. ഇസ്ലാം തെറ്റെന്ന് പറഞ്ഞ ഒരു കാര്യവും നമുക്കൊരു ഗുണം ഉണ്ടാക്കില്ല. അത് ഇവിടെ ദോഷം ഉണ്ടാക്കും, പരലോകത്തോ അതിനേക്കാളും വലിയ ദോഷം ഉണ്ടാക്കും. നരകം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. നരകം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ഈ കത്തിജ്വലിക്കുന്ന സൂര്യൻ നമുക്കറിയാം, സൂര്യനിൽ മഹാവിസ്ഫോടനങ്ങൾ നടക്കുകയാണ്. ഈ ഇന്ധനം, അതിലെ ഇന്ധനം കത്തി 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 എന്ത് ചെയ്യും? സൂര്യൻ വികസിക്കുമെന്നാണ്. സൂര്യൻ വികസിച്ച് 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 ശാസ്ത്രം തന്നെ പറയണത് ഭൂമി പോലും സൂര്യൻ്റെ ഉള്ളിലാവുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾ ഉണ്ടാവില്ല. അത്രമാത്രം തീവ്രമായ സൂര്യൻ ഉണ്ടാക്കിയ പടച്ചോൻ്റെ ഒരു നരകം പറയുമ്പോൾ അത് സത്യമാണ്. ആ നരകത്തിൻ്റെ ആൾക്കാർ ആർത്തട്ടഹസിച്ച് വിളിക്കും. അവർ കരിഞ്ഞു പോകുമ്പോൾ അവർ രണ്ടാമത് തിരിച്ചു വരും. അവർ തൊലി കഴിയുമ്പോൾ പുതിയ തൊലി കൊടുക്കും. അവരത്തെ വെള്ളം കുടിച്ചാൽ വയറ് തിളക്കും. ഇതൊക്കെ സത്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ശരിയാണ്. ഖുർആനും സുന്നത്തും എതിരായി പോണ ആൾ നരകത്തിൽ പോകും. ഇവിടെ കുറേ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പറ്റൂല എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റ് ഇസ്ലാം അനുവദിച്ചോ വിരോധിച്ചോ എന്നുള്ളതാണ് തെറ്റും ശരിയും സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം. അപ്പോൾ എന്ത് ഡ്രസ്സ് ധരിക്കണം? ഇനി ഇസ്ലാമിൽ നിയമമുണ്ട്, അതേ ഡ്രസ്സ് ധരിക്കണം. അതല്ലാത്ത ഡ്രസ്സൊക്കെ തെറ്റാണ്. നമുക്ക് പുറത്തു പോകണമെങ്കിൽ ഒരാണ് കൂടെ വേണം എന്ന് നിയമമുണ്ടെങ്കിൽ അതാണ് ശരി. അത് പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ അപകടങ്ങളൊക്കെ ഉണ്ടാവും. ലഹരി അത് കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും തെറ്റാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ വരും, അതിൻ്റെ ബുദ്ധിമുട്ട് പരലോകത്ത് വരും, എല്ലായിടത്തും വരും. ഒരു പ്രശ്നമല്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൊവൈസിന് ഇരിക്കുമ്പോൾ ഒരാൾ വന്ന്, അയാളും ഭാര്യയും വന്നു, കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ ഭയങ്കരമായ വിഷമം ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം 14-ാമത്തെ വയസ്സ് മുതൽ എന്ത് ചെയ്യുന്നറിയോ? പോൺ വീഡിയോസ് കാണും, അശ്ലീലമായിട്ടുള്ള ഫിലിംസ് കാണും, സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ കാണും. 14-ാമത്തെ വയസ്സിൽ സ്കൂൾ പഠിക്കുമ്പോൾ. ഇപ്പം അയാൾക്ക് 36 വയസ്സായി. 36 വയസ്സ് വരെയും അയാൾ ഇതിങ്ങനെ കാണുകയാണ്. ഇപ്പം എന്താ കണ്ടാൽ പ്രശ്നം? ഒരു പ്രശ്നമില്ലാന്ന് വിചാരിക്കും. പക്ഷെ അയാളിന്ന് പ്രശ്നം അനുഭവിക്കുകയാണ്. അയാൾക്ക് ഭാര്യനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, ഭാര്യൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഭാര്യയുമായുള്ള ശാരീരിക മാനസിക ബന്ധങ്ങൾ നടക്കണില്ല, അയാൾക്ക് ഉറങ്ങാൻ പറ്റണില്ല, അയാൾക്ക് നിസ്കരിക്കാൻ പറ്റണില്ല, അയാൾക്ക് ഭയങ്കര ഡിപ്രഷനാണ്, വീട്ടുകാരൊക്കെ ബേജാറായിട്ടിരിക്കുകയാണ്, അയാൾക്ക് മാനസിക രോഗത്തിന് അയാൾക്ക് മരുന്ന് കഴിക്കുകയാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അയാൾക്ക് വന്നത്. ഇസ്ലാം വിരോധിച്ച ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്തുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. യാതൊരു അതുകൊണ്ട് ഒന്നാമത്തെ തെറ്റ് പറഞ്ഞാൽ അള്ളാഹും റസൂലും വിരോധിച്ചോ തെറ്റാണ്. പിന്നെ നമുക്ക് എന്ത് ദോഷം ഇവിടെ ഉണ്ടാകും അത് പരിഗണിക്കണം. എന്ത് ദോഷമാണോ നമുക്ക് വരിക? നമുക്ക് ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും വരാവുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? തെറ്റായി കാണണം. പിന്നെ തെറ്റും ശരിയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു മാനദണ്ഡം പിന്നെന്താ അറിയോ? നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ ആരാണ്? ഒരു നിലക്കും നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ തൊടാനോ പിടിക്കാനോ നിങ്ങളെ കൊണ്ടെടുക്കാനോ ഒക്കെ വേണ്ടിയുള്ള കാമുകന്മാരും ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്നല്ല വേണ്ടത്. നിങ്ങളോട് അങ്ങേയറ്റം ഗുണകാംക്ഷയും സ്നേഹവുമുള്ള ആളുകൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഉപ്പയും ഉമ്മയുമാണ്. അതിനേക്കാളും നിങ്ങളോട് സ്നേഹമുള്ള ഒരാളുമില്ല. ഉണ്ടോ? ഒരാൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമായതേ അവർ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ദോഷമായത് അവർ ദോഷമെന്ന് പറയും. അപ്പോൾ 2 പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ട് പോയി. നിങ്ങൾ കേട്ടോ, 2 പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിച്ച് പോയില്ലേ? അപ്പോൾ അവരിങ്ങനെ ഭയങ്കര കമൻസ്, ഭയങ്കര യൂട്യൂബിലൊക്കെ ഓരോന്നും ഇങ്ങനെ ഇടും. അപ്പോൾ അത് ഇടുന്നതിന് താഴെ ഒരു പെൺകുട്ടി കമൻ്റ് ഇട്ടിരുന്നു. ഒരു പെൺകുട്ടി ഓൾ ഇപ്പോഴും ഉമ്മാനെ കുറ്റം പറയും. ഉമ്മ എന്നെ അങ്ങനെയാക്കി, ഉമ്മ ഇങ്ങനെയാക്കി, ഞാൻ എങ്ങനെയാകാൻ കാരണം എൻ്റെ ഉമ്മയാണ് വാപ്പയാണെന്നൊക്കെ പറയും. അപ്പോൾ ഒരു പെൺകുട്ടി കമൻ്റ് ഇട്ടു. എന്താ അവൾ കമൻ്റ് ഇട്ട് കാര്യങ്ങൾ? ഞാൻ +2 പഠിക്കുമ്പോഴേ എനിക്കൊരു പെൺകുട്ടിനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിന് പറ്റുന്നൊരു കുട്ടിനെയും അന്വേഷിച്ച് കുറേ നടന്ന് അവസാനം എനിക്ക് എന്ത് ചെയ്യില്ല അറിയാം, അങ്ങനെ ഒരു കുട്ടിനെ കിട്ടിയില്ല, അങ്ങനെ ഒരു പെൺകുട്ടി എനിക്ക് കിട്ടിയില്ല. കിട്ടാത്തപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ എന്നാൽ അത് വേണ്ട എന്നാണ് ഉപേക്ഷിച്ചു.
പിന്നെ ഞാനിപ്പോൾ കല്യാണം കഴിച്ചു, എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ ഇതൊരു തോന്നലാണ്. എനിക്കെങ്ങാനും അന്ന് തുണക്കൊരു പെൺകുട്ടിനെ കിട്ടിയിരുന്നെങ്കിൽ ഈ 2 പെൺകുട്ടികളെ പോലെ ഞാനാകും. ഇന്ന് ഞാൻ എത്ര സന്തോഷത്തിലാണ് എൻ്റെ കുട്ടികളെ വളർത്തുന്നത്, എത്ര സ്നേഹത്തിലാണ് ആ കുട്ടികളോട് പെരുമാറുന്നത്, എത്ര സമാധാനത്തിലാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്നത്. അന്നെങ്ങാനും എൻ്റെ ആ മനസ്സിൻ്റെ തോന്നലനുസരിച്ചിട്ട് എനിക്കൊരു കൂട്ടുകാരനെ കിട്ടുകയാണെങ്കിൽ ഇന്ന് എന്താകും എൻ്റെ അവസ്ഥ? അതുകൊണ്ട് നിങ്ങളെ വാപ്പാനും ഉമ്മാനും വല്ലാതെ കുറ്റം പറയേണ്ട. വാപ്പയും ഉമ്മയും അന്ന് എനിക്ക് വഴി കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ ആകുമായിരുന്നു എന്നാണ്. അപ്പോൾ വാപ്പനും ഉമ്മനെയും കുറ്റം പറയൽ ആരാ? വാപ്പയും ഉമ്മയും ആർക്കാണ് ശത്രുക്കളായത്? നിങ്ങൾ അപകടത്തിൽപ്പെടാൻ പോകുമ്പോൾ പോകണ്ട മോളെ എന്ന് പറഞ്ഞു തരുന്നവരെയാണ് നമ്മൾ ശത്രുക്കളായി കാണുന്നത്. നിങ്ങളുടെ വാപ്പയും ഉമ്മയും ഒരു കാര്യം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ദീനിലൊരു കാര്യം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വാപ്പയും ഉമ്മയും ഒരു കാര്യം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് ഭാവിയിൽ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണ്? തെറ്റാണ്. ഈ തെറ്റുകളെ തെറ്റായി മനസ്സിലാക്കാതെ ഇത്തരം തെറ്റുകളെ മുഴുവൻ ശരിയാക്കി തരാനുള്ള ബോധവൽക്കരണങ്ങളാണ് നിങ്ങൾ കാണുന്ന ഫോണിലും നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എല്ലാ തെറ്റുകളും ശരിയായി മാറും. അത് ശരിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ പോകും. അങ്ങനെ പോയാൽ നേരത്തെ തിരുവനന്തപുരത്ത് പോകേണ്ട ആ പെൺകുട്ടിയില്ലേ, അവളെപ്പോലെ നിങ്ങളും എവിടെയെങ്കിലും എത്തിപ്പെടും, ഏതെങ്കിലും അപകടങ്ങളിൽ എത്തിപ്പെടും. തിരിച്ചറിയണം എന്നാണ്. ഇനി ഞാൻ ഇത് പറഞ്ഞത് ഈ ചോദ്യത്തിന് മാത്രം മറുപടി അല്ല കേട്ടോ. നിങ്ങൾ ഇനി ചോദിക്കാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള പൊതുവായ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്ന് പറയാം. സ്ത്രീകൾക്ക് എന്തോ പ്രശ്നമുണ്ട് ഇസ്ലാമിൽ എന്നൊരു തോന്നൽ പൊതുവേ എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നിങ്ങൾ, അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികം എല്ലാ പുരുഷന്മാരും കേന്ദ്രീകരിക്കുന്നത് ഒരു പുരുഷനാണോ ഒരു സ്ത്രീ ആയിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ പ്രശ്നമല്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അല്പം അത്ര ഒരു ഇസ്ലാമികമൊന്നും അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡ് നിന്ന് നോക്കുക. നിങ്ങൾ വരുന്നവരൊക്കെ നിങ്ങൾ നോക്കിയിട്ടേ പോകുള്ളൂ. എല്ലാവരും നോക്കിയേ പോകും. അതെന്താ അങ്ങനെ നോക്കാൻ കാരണം? പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറഞ്ഞാൽ അതൊരു താല്പര്യമാണ്. അത് സ്ത്രീകൾക്ക് പുരുഷന്മാരോട് എന്ത് ചെയ്യും? താല്പര്യമുണ്ടാവും. അതുകൊണ്ട് എന്താ വെച്ചാൽ സ്ത്രീ സുരക്ഷിതയല്ല. ഏത് സമയത്തും നമുക്ക് പല ബുദ്ധിമുട്ടുകളും പല അപകടങ്ങളും വരാം. അത് അള്ളാൻ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോൻ അറിയാൻ പറ്റും. അതുകൊണ്ട് എന്താ വെച്ചാൽ സ്ത്രീ മൂല്യവത്തായ ഒന്നാണ്. ഇപ്പോൾ സ്വർണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. സ്വർണം വെക്കണമെങ്കിൽ അതിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. മൂല്യവത്തായ അപകടങ്ങൾ സംഭവിക്കുന്ന നഷ്ടപ്പെടുന്ന അതിനെ നന്നായി സൂക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെറിയൊരു സുരക്ഷ, ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത്. അത് വേഷത്തിലും രൂപത്തിലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സുരക്ഷിതത്വമുണ്ട്. അപ്പോൾ ആ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ചില നിയമങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് നമ്മുടെ സ്വാതന്ത്ര്യമില്ലായ്മയായിട്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് പറ്റുന്നത്. എന്നാൽ സത്യത്തിൽ ഒരു സ്ത്രീക്ക് എല്ലാ പദവിയുണ്ട്. നിങ്ങൾക്കറിയാം, ഏറ്റവും അധികം ഒരു കുട്ടിക്ക് കടപ്പാട് ആരോടാ? ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ കടപ്പാട് ആരോടാണ്? ഏറ്റവും അധികം കടപ്പാട് ആരോടാണ്? ഒരു സ്ത്രീയോടാണ്. അതാരാ? ഉമ്മയാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? ഒരു ഉമ്മയോടാണ്. ഇങ്ങനെ നോക്ക്, നിങ്ങൾക്കൊരു ജോലിയും ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വളരെ സുരക്ഷിതമായും സുഖലോലുമായും ജീവിക്കും. അതെങ്ങനെയാണ്? നിങ്ങൾ ഈ കല്യാണം നടക്കുമ്പോൾ ഒരു കരാറാണ്. അതായത് ഒരു പുരുഷൻ അയാൾക്ക് നിങ്ങളുടെ വാപ്പ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. പിന്നെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ ഒക്കെ അയാൾക്ക് ഉത്തരവാദിത്വം. അങ്ങനെ നിങ്ങളെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഒരാൾ ഏറ്റെടുക്കുക. എന്നിട്ട് അയാൾക്ക് കിട്ടുന്ന എല്ലാ വരുമാനവും സൗകര്യങ്ങളും അനുസരിച്ച് നിങ്ങളെ എന്ത് ചെയ്യുക? എല്ലാ സൗകര്യവും ചെയ്തു തരിക, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരിക. അങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു ബഹുമാനവും പദവിയും ഇസ്ലാം മാത്രമേ കൊടുക്കുന്നുള്ളൂ. 3 ആൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാൽ സ്വർഗം കൊടുക്കാമെന്ന് അള്ള പറഞ്ഞിട്ടില്ല. 3 പെൺകുട്ടികളെ വേണ്ട, 2 പെൺകുട്ടികളെ വളർത്തിയാൽ അയാൾക്ക് സ്വർഗം കിട്ടും. നിങ്ങളുടെ വാപ്പക്ക് 2 പെൺകുട്ടിയാണെങ്കിൽ ആ 2 പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല നിലക്കെത്തിച്ച സ്വർഗം കൊടുക്കും. 2 ആൺകുട്ടികളെ വളർത്തിയ സ്വർഗം കിട്ടില്ല. എന്നിട്ട് നമ്മളിത് പഠിക്കാഞ്ഞിട്ടാണ്. നമ്മൾ ഹദീസുകൾ ശരിക്കും വായിക്കണില്ല, ഖുർആൻ ശരിക്കും വായിക്കണില്ല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്ത്രീകൾക്ക് അവനുണ്ട് തോന്നുന്നത്. പിന്നെ പുരുഷന് വേറെ കല്യാണം കഴിക്കാൻ എന്തു വേണ്ട? ഒരു നിലവിലുള്ള ഭാര്യൻ്റെ സമ്മതം വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിക്കാഹ് നടക്കാൻ സമ്മതം വേണ്ടെങ്കിലും സമ്മതമല്ലാതെ നിങ്ങളമ്മാൻ്റെ സമ്മതമല്ലാതെ നിങ്ങളെപ്പോൾ ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊടുന്നാൽ നിങ്ങളമ്മ ഇങ്ങനെ
പുതിയടനെ സ്വീകരിക്കണമാര് സ്വീകരിക്കുമോ? അതൊന്നും പ്രായോഗികമായി നടക്കൂല കുട്ടികളെ. അതൊക്കെ നിങ്ങളുടെ ഉമ്മൻ്റെ മാനസികമായ സമ്മതവും ഇഷ്ടമുണ്ടെങ്കിൽ അത് വിജയിച്ചു പോകുള്ളൂ. നിക്കാഹൊക്കെ ചിലപ്പോൾ നടക്കും. അതുകൊണ്ട് അതിൻ്റെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അത്തരം വിവാഹങ്ങൾ നടക്കുക. അതൊന്നും ഇപ്പം ചിന്തിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. അതൊക്കെ തൽക്കാലം നമ്മളെ എന്ത് ചെയ്യാണ്, ഇസ്ലാമിനെ എതിരാക്കാൻ, ഇസ്ലാമിലെ പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കും. ഒരു പൊതുവായി ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്കൊരു ബേസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാം തന്നെയാണ് ഏറ്റവും നല്ലതെന്നും ദീനിയായി ജീവിക്കാൻ നമുക്ക് ഏറ്റവും സുരക്ഷിതത്വമെന്നും അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിയായ മുസ്ലിങ്ങളായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.